കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഗോവിന്ദച്ചാമി കിടന്ന സെല്ലിന്റെ ചിത്രം പുറത്തുണ്ട്. രണ്ട് ഇരുമ്പ് കമ്പികൾ, ഇതാണ് ആ സെല്ലിന്റെ ചിത്രം. രണ്ട് ഇരുമ്പ് കമ്പികൾ മുറിച്ചു മാറ്റിയാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടാനായി പുറത്തിറങ്ങിയത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. അരുണ, ഇതെങ്ങനെ മുറിച്ചു? ഇതെങ്ങനെയാണത് ഈസി സാധ്യമായത്? എത്ര നാൾ കൊണ്ട് മുറിച്ചു? തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. അപ്പോ ഈ നൂല് കെട്ടിയിരിക്കുന്നത് ഇത് മുറിച്ചത് കാണാതിരിക്കാൻ വേണ്ടി നൂല് കെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. അരുൺ, ഹാഷ്മി, ഈ സെല്ലിന്റെ ചിത്രം ഒരു സുരക്ഷാ വീഴ്ചയുടെ അത് സൂചിപ്പിക്കുന്ന കൃത്യമായ ചിത്രം കൂടിയാണ് എന്ന് പറയേണ്ടി വരും. അതിൽ പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഇരുമ്പ് കമ്പികൾ മുറിച്ചാണ് ഗോവിന്ദച്ചാമി പുറത്തേക്ക് ഇറങ്ങിയത്. അതിനേറെ സമയമെടുത്തു. അത് നമുക്കറിയാം, കുറെ നാളുകളായി, മാസങ്ങളായി അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അതിനുശേഷം ഈ ആയുധം, ഈ ബ്ലേഡ് സമാനമായിട്ടുള്ള ആയുധം മുറിച്ചു കൂട്ടി അതുപയോഗിച്ചുകൊണ്ട് പതിയെയാണ് ഇത് മുറിച്ചു മാറ്റിയത്. അതിനിടയിൽ ഇത് ജയിൽ സുരക്ഷാ ജീവനക്കാർ കാണാതിരിക്കുന്നതിന് വേണ്ടി നൂല് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ആ രണ്ട് താഴും നൂല് കൊണ്ട് കെട്ടിവെച്ചു, അത് മറച്ചു വെച്ചു. അങ്ങനെയാണ് ഇതിന്റെ എന്തിനാണ് താഴെ നൂല് കെട്ടിയിരിക്കുന്നതെന്ന് സംശയം ഉണ്ടാവില്ലേ? ഒറ്റനോട്ടത്തിൽ തന്നെ ഒരു അസ്വാഭാവികമായി നൂലോ ഇങ്ങനെ തോരണം പോലെ തൂക്കിയിട്ടാണ്ടല്ലോ. എന്തിനാണ് ഇവിടെ തോരണം തൂക്കൽ എന്ന് തോന്നൂലേ പോലീസുകാർക്ക്? അത് ജയിൽ വാർഡൻ ചോദിച്ചിരുന്നു. അതിൽ ഗോവിന്ദച്ചാമി നൽകിയിട്ടുള്ള മറുപടി, ഈ സെല്ലിലേക്ക് എലി കയറുന്നുണ്ട്, അതുകൊണ്ട് ഈ നൂല് കൊണ്ട് ഈ താഴ്ഭാഗം കെട്ടിവെച്ചതാണ് എന്നതായിരുന്നു ഗോവിന്ദച്ചാമി നൽകിയിട്ടുള്ള മറുപടി എന്നതായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ.